ജയ്സാൽമീർ സിറ്റി ടൂറിന് വരുന്ന ആൾക്കാർ പ്രധാനമായിട്ട് സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മന്ദിർ പാലസ്, ജയ്സാൽമീർ ഫോർട്ട്, കോത്താരീസ് പത്വാൻ കി ഹവേലി, ഗഡി സാഗർ ലേക്ക്. ഈ 4 സ്ഥലങ്ങളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പുറമെ ഇതേ റൂട്ടിൽ നമുക്ക് മഹ്റ ഹവേലി, മോട്ടി മഹൽ തുടങ്ങിയ മറ്റ് ഹവേലികളും സന്ദർശിക്കാവുന്നതാണ്. ആദ്യമായിട്ട് മന്ദിർ പാലസ്. മന്ദിർ പാലസ് നിലവിൽ ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തതാണ്. നമുക്കവിടെ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 30 രൂപ ക്യാമറയ്ക്കും ചാർജ് വരും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാഴ്ചക്കുള്ള ഒരു സംഗതി ഇല്ല. അവിടുത്തെ കുറച്ച് ഒരു ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ മാത്രമേ അവിടെ കാണാനുള്ളൂ. അപ്പോൾ അത് ഒരു അഡ്വൈസബിൾ സ്പോട്ടല്ല മന്ദിർ പാലസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എത്തുമ്പം ഫസ്റ്റ് കാണുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും മന്ദിർ പാലസ്. സോ മന്ദിർ പാലസ് ശരിക്കും നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്പോട്ടാണ്. ജയ്സാൽമീറിലെ ഏറ്റവും പ്രധാന ആകർഷണം സുവർണ്ണ എന്നറിയപ്പെടുന്ന ജയ്സാൽമീർ കോട്ടയാണ്. 12ാം നൂറ്റാണ്ടിൽ റാവൽ ജയ്സാൽ എന്ന രാജാവാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണിത്. ഒരു ലിവിങ് ഫോർട്ടാ. അതിനുള്ളിൽ നിലവിൽ ഒരുപാട് കുടുംബങ്ങൾ കോട്ടയുടെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട് കോട്ടയുടെ ഉള്ളിൽ. ഏതാണ്ട് 1500 അടി നീളവും 750 അടി വിസ്താരമുള്ള ഒരു വലിയ കോട്ടയാണ്. 250 അടി ഹൈറ്റിൽ ഏതാണ്ട് 4 കോട്ട വാതിലുകൾ കടന്നിട്ട് വേണം കോട്ടൻ്റെ മെയിൻ ഏരിയയിലേക്ക് എത്താൻ. കോട്ടയിലെ മെയിൻ ഭാഗത്ത് കണ്ട ഒരു കാഴ്ചയാണിത്. നല്ല ഹൃദ്യമായ രാജസ്ഥാനി സംഗീതം അവരുടെ വാദ്യോപകരണങ്ങളിൽ അവിടുത്തെ ഒരു കലാകാരൻ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടത്. ഇതൊരു ലിവിങ് ഫോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആ ഫോർട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. ഫോർട്ടിൻ്റെ മെയിൻ ആകർഷണമായിട്ടുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ജയ്സാൽമീർ സിറ്റിയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും അതിൽ നിന്ന് കാണാം. കോട്ടയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ നേരെ പോയത് പത്വാൻ കി ഹവേലി എന്ന ഒരു ഹവേലി എന്ന് പറഞ്ഞാൽ മാൻഷൻ ആണ്. അപ്പോൾ പണ്ടത്തെ വീടുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എത്രത്തോളം പണ്ടത്തെ ആൾക്കാരുടെ ജീവിതശൈലി ഹെവി ആയിരുന്നു എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഒരു ഭാഗം ഇതേപോലെ തന്നെ മ്യൂസിയം സെറ്റപ്പാണ് വരുന്നത്. കോട്ടയിലും ഒരു ഭാഗം മ്യൂസിയം സെറ്റപ്പാണ്. അവിടെ ഒന്നും നമ്മൾ കയറിയില്ല. ഓൾറെഡി മ്യൂസിയങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പിന്നെ മെയിനായിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പത്വാൻ കി ഹവേലിൻ്റെ ഉൾഭാഗങ്ങളാണ് നമ്മൾ സന്ദർശിച്ചത്. ഒരുപാട് സഞ്ചാരികളുണ്ട്. ഒരു ഫോട്ടോഗ്രഫി മോഡുമായിട്ട് രാജസ്ഥാനിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് പത്വാൻ കി ഹവേലി. 4-5 നിലകളിലായിട്ട് ഒരുപാട് മുറികൾ ഈ ഒരു കെട്ടിടത്തിലുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കോട്ടൻ്റെ ദൃശ്യമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അവിടുന്ന് കുറച്ച് നടന്നിട്ടാണ് പിന്നെ ഗഡിസാഗർ ലേക്കിലേക്ക് എത്തിയത്. കാര്യമായിട്ടൊന്നുമില്ല, ബോട്ടിംഗ് മാത്രമാണ് അടുത്ത പ്രധാന ആകർഷണം. അപ്പോൾ ഇതൊക്കെയാണ് ജയ്സാൽമീറിലെ സിറ്റി വിശേഷങ്ങൾ.